ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഓശാന ഞായർ എന്നതിനേക്കാൾ ഉപരി പീഡാനുഭവ ഞായർ എന്ന് അറിയപ്പെടുന്നു. കാരണം ഈ ഒരാഴ്ച മുഴുവനും കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും കർത്താവിൻ്റെ പീഡാസഹനത്തിൽ കർത്താവിനോട് കൂടെ പങ്കുചേർന്നുകൊണ്ട് ഈ ഒരാഴ്ച മുഴുവനും നമ്മൾ നമ്മുടെ പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗ പ്രവൃത്തിയുടെയും എല്ലാം ഒരു സൂചകമായി കർത്താവിൻ്റെ പീഡാസഹനത്തോട് പങ്കുചേരുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഓശാന ഞായറിൻ്റെ അല്ലെങ്കിൽ കർത്താവ് രാജകീയമായിട്ട് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു വചനഭാഗം വായിച്ചു കേട്ടില്ല, അല്ലേ? കർത്താവിനെ കുരുത്തോലകളുമായിട്ട് അല്ലെങ്കിൽ സൈത്തിൻ കൊമ്പുകളുമായിട്ട് അവരെതിരേൽക്കുന്ന ഒരു വചനഭാഗം എന്തുകൊണ്ട് വായിച്ച് കേട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതിതുകൊണ്ടാണ് പാഷൻ സൺഡേ അല്ലെങ്കിൽ പീഡാനുഭവ ഞായർ എന്നത് ഇന്ന് തുടങ്ങി ഈ ആഴ്ച മുഴുവനും ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള വചനഭാഗം നമ്മൾ ഇന്നത്തെ ഈ ഒരു തിരുക്കർമ്മത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പുറമേ നിന്ന് നോക്കുന്ന ലൗകികനായൊരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അറിയാത്തൊരു വ്യക്തിക്ക് കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രം വായിച്ചു കേൾക്കുമ്പോൾ അത് വെറും ബാലിശമായിട്ട് തോന്നിയേക്കാം. അത് വെറും ഒരു കഥ പോലെ, അതല്ലെങ്കിൽ തോറ്റുപോയ ഒരു കഥ പോലെ, യാതൊരു ഉപകാരവുമില്ലാതെ എവിടെയൊക്കെയോ ഉടഞ്ഞുപോയ ഒരു കഥ പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ ആന്തരികതയും ആഴവും മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാകും കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രമാണ് ലോകത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിച്ച അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയെന്ന്. ഒരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി വായിച്ചു നോക്കുമ്പോൾ അവർ സാധാരണയായിട്ട് കാണുന്ന ഒരു ഹീറോ അല്ലെങ്കിൽ ഏറ്റവും ബലശാലിയായ ഒരു ഹീറോയെ ഒന്നും ഒരു പക്ഷേ ഇതിൽ കാണില്ല. പിന്നീടോ മറ്റ് ആരെക്കാളും ഉപരിയായി സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച, തന്നെ പൂർണ്ണമായിട്ടും എല്ലാ പീഡനങ്ങൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വേദനകളെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രതീകങ്ങളാണ് ഈ കുരുത്തോലകളൊക്കെ. അന്ന് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് കർത്താവ് കടന്നു വരുന്ന കുട്ടിയുടെ പുറത്ത് അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് ഒരു രാജാവിനെ പോലെ അവർ കർത്താവിനെ സ്വീകരിച്ചു. യുദ്ധവീരനായ രാജാക്കന്മാരാണ് കുതിരപ്പുറത്ത് എഴുന്നള്ളുന്നത്. എന്നാൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായി വരുന്ന രാജാക്കന്മാർ കഴുതക്കുട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ കഴുതയുടെ പുറത്താണ് ആ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ സോളമൻ ഇപ്രകാരം രാജാവായിട്ട് ജെറുസലേമിലേക്ക് കയറി വരുന്നതൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുമുണ്ട്. ഇന്ന് ഈശോയ്ക്ക് ജയ് വിളിച്ചവർ, വഴിയിൽ വസ്ത്രം വിരിച്ചവർ, കഴുതക്കുട്ടിയുടെ പുറത്തു കയറി അവൻ വന്നപ്പോൾ ഓശാന പാടിയവർ. ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കുരുത്തോലകൾ വരും ദിവസങ്ങളിൽ കുന്തമുനകളായിട്ട് കർത്താവിനെ പരിക്കേൽപ്പിക്കുന്ന ആയുധങ്ങളായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാ ഓശാനയുടെ ഒന്നും ഭയങ്കര ഇടിയാണ് ഓല മേടിക്കാൻ, അല്ലേ? അവിടെ നിങ്ങൾ ഇച്ചിരി മുമ്പ് നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ്. എല്ലാവരും ഓടി വന്ന് ഇടി കൂടി ഓശാന ഒരെണ്ണോ രണ്ടെണ്ണോ അല്ലേ എത്ര ഓല കിട്ടും എന്നൊക്കെ നോക്കി കുരുത്തോലകൾ മേടിച്ചുകൊണ്ട് പോകുവാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഈ ഒരു നോമ്പുകാലം മുഴുവനും പ്രിയമുള്ളവരെ, നമ്മളെടുത്ത എല്ലാ തപശ്ചര്യയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ട് നമ്മളിന്ന് കയ്യിൽ കുരുത്തോലകൾ ഏന്തുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര കുരുത്തോല ഉണ്ടെന്നല്ല, എൻ്റെ വീട്ടിൽ എത്ര കുരുത്തോലകൾ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളതല്ല കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. ഈ ഒരു നോമ്പുകാലം മുഴുവനും ഞാൻ കർത്താവിനോട് കൂടെയായിരുന്നു, കർത്താവിനോട് കൂടെ നടന്നു. എല്ലാറ്റിലും ഉപരി എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം, എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ മനോഗതികൾ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മാറിയോ എന്നുള്ളതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. കുരുത്തോലകളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ എണ്ണങ്ങൾ കർത്താവിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. ഞാൻ കുമ്പസാരിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ എല്ലാ പാപങ്ങളെയും നോക്കുമ്പോൾ എൻ്റെ ഹൃദയം വിശുദ്ധമായി കണ്ടാൽ കർത്താവിന് കൂടുതൽ സന്തോഷം. വീണ്ടും
ഈ ഒരു കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രവുമായിട്ട് ചുറ്റിപ്പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് കയറി വന്ന കഴുതക്കുട്ടിയെ പലപ്പോഴും ഈ ഒരു ഓശാനയുടെ തിരുനാളിൽ നമ്മൾ ഓർക്കാറുള്ളത് എന്തുകൊണ്ടാണ്? കർത്താവ് കൂടെയുള്ളൊരു ദിവസം ആ കഴുതക്കുട്ടിക്ക് ഭയങ്കരമായ മഹത്വവും വരവേൽപ്പും കിട്ടിയ ദിവസമാണ്. പിറ്റേ ദിവസവും താൻ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടല്ലോ എന്ന് കണ്ട ആ കഴുതക്കുട്ടി ആ ഒരു തെരുവിലൂടെ വെറുതെ നടന്നു പോയപ്പോൾ ആളുകൾ അതിനെ കല്ലെറിഞ്ഞു അട്ടിയൊടിക്കുകയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളോട് നോക്കി പറയുന്നുണ്ട്, ഈശോ എൻ്റെ കൂടെയില്ലെങ്കിൽ ഈശോയെ കൂടാതെയുള്ള എല്ലാ ജീവിത മേഖലകളും പരാജയങ്ങളാണ്. എല്ലാ ജീവിത മേഖലകളും ശൂന്യമാണ്. ഈശോ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ വേദനകൾ ഒരിക്കലും പ്രാർത്ഥനയാകത്തില്ല. കർത്താവിനെ കൂട്ടുപിടിക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രയത്നങ്ങളും അനുഗ്രഹമാകുന്നില്ല. എല്ലാറ്റിലുമുപരി ഈശോ എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു ജീവിതമാകുന്നില്ല. അത് വെറും ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു പരിശ്രമമായിട്ട് മാത്രം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഓശാന തിരുനാളിൽ കുരുത്തോലകളുമായിട്ട് ദൈവത്തിരുസന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ കർത്താവിനോട് കൂടെ അവിടുത്തെ പീഡാസഹനത്തെ ഈ ആഴ്ച ധ്യാനിക്കുവാനും, എല്ലാറ്റിലുമുപരി കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് പീഡകളേറ്റത്, അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് കുരിശിൽ ബലിയായത് എന്ന വലിയൊരു സന്ദേശം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഹൃദയത്തിൽ ധ്യാനിക്കുവാനും, അവിടുത്തെ പീഡാസഹനത്തോട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ത്യാഗങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കട്ടെ. ആ കഴുതക്കുട്ടിയെ നോക്കി കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യങ്ങൾ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് പ്രിയമുള്ളവരെ, വലിയൊരു നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, കർത്താവിന് നമ്മളെക്കൊണ്ട് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് കൊണ്ടാണോ അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ദൈവത്തിന് ഒന്നും ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആവശ്യത്തിൽ നിന്നല്ല നമ്മളെ സൃഷ്ടിച്ചത്. പിന്നെയോ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായി ദൈവസ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. പിന്നെ കർത്താവ് അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നതോ അത് സ്നേഹത്തിൻ്റെ ശാഠ്യമാണ്. അത് സ്നേഹത്തിൻ്റെ ശാഠ്യമാണ്. കാരണം ഒരിക്കലും ആരും ഉപയോഗിക്കാത്ത ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് കർത്താവ് അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, ബലിക്കുള്ള ബലിമൃഗമാണ് ഒരിക്കലും ഉപയോഗിക്കാത്ത മൃഗം. ആ ബലിമൃഗത്തിൻ്റെ മുകളിൽ എന്നതുപോലെ യാത്ര ചെയ്യുന്ന കർത്താവ് താനും ബലിയാകുവാൻ പോവുകയാണെന്നറിയുമ്പോൾ, ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കി പറയുന്നൊരു കാര്യം ഇതാണ്: എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞത്. ആരോ പറഞ്ഞതുപോലെ ഈശോയോട് ചോദിച്ചു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഇത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുരിശിൽ കരങ്ങൾ വിരിച്ച് ബലിയായി. അവിടുന്ന് പറയുകയാണ്, എൻ്റെ കുരിശു മരണത്താൽ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചത് നിന്നെ നഷ്ടപ്പെടുത്തുവാനല്ല, നിന്നെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഈ ആവശ്യമെന്ന് പറയുന്നത് ഒരു കുറവിൻ്റെ ആവശ്യമല്ല, പിന്നെയോ സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ഒരാവശ്യമാണ്. കർത്താവ് പറയുന്നു, നീ ദൈവം നിന്നെ അനുവദിച്ചിരിക്കുന്ന നിൻ്റെ എല്ലാ ജീവിത മേഖലകളിലും ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നീ അവിടെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവട്ടെ: എന്താണ് ദൈവം എന്നിൽ നിന്ന് ഈ ഒരു നിമിഷം ആവശ്യപ്പെടുന്നത്? ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കുമ്പോൾ ചോദിക്കണം, ദൈവം ഇവിടെ എന്നിൽ നിന്നും എന്ത് ആവശ്യപ്പെടുന്നു? ഞാൻ എന്തു ചെയ്യണമെന്നാണ് ഈ ഒരു നിമിഷം ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ ദേവാലയത്തിലിരിക്കുമ്പോഴും ചോദിക്കണം, ഇവിടെ ദൈവം എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത്? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ചോദിക്കണം, ഞാൻ കറിക്കരിയുമ്പോൾ ചോദിക്കണം, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്ന് ധ്യാനിച്ചുകൊണ്ട് ചോദിക്കണം, ഇവിടെ ദൈവം എന്നിൽ നിന്നും എന്ത് ആവശ്യപ്പെടുന്നു? ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ, കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോൾ ചോദിക്കുക, എൻ്റെ ദൈവം ഇവിടെ എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ അനുദിനം വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നമ്മുടെ ദൈവവിളിയുടെ ഏറ്റവും ഗ്രാസ് റൂട്ടിലുള്ള നമ്മുടെ ചോദ്യവും നമ്മുടെ വിളിയും ഇതാണ്:
ഇപ്പോൾ ഇവിടെ ദൈവം എന്നിൽ നിന്നും എന്താഗ്രഹിക്കുന്നു? ഇപ്പോൾ ഇവിടെ ദൈവം എന്നിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നു? ഈ ഓരോ നിമിഷവും നമ്മുടെ ദൈവവിളി ജീവിക്കുന്നിടത്താണ് നമ്മൾ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെ നമ്മുടെ സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും മുഴുവൻ ജീവിതവും ഒറ്റ നിമിഷമല്ല ജീവിക്കുന്നത്. നമ്മൾ ഓരോ നിമിഷവും സെക്കൻഡുകളായും മിനിറ്റുകളായും മണിക്കൂറുകളായും ദിവസങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത്. ആ ജീവിതം ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ഈ ഒരു ബോധ്യത്തിൽ, ഈ ഒരു നിയോഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഓരോ നിമിഷവും ചോദിക്കുക, ഓരോ മിനിറ്റിലും ചോദിക്കുക, ഓരോ മണിക്കൂറിലും ഹൃദയത്തിൽ ആ ഒരു ചിന്തയുണ്ടാവട്ടെ, എൻ്റെ കർത്താവ് എന്നിൽ നിന്നും ഇവിടെ എന്ത് ആവശ്യപ്പെടുന്നു? ഈശോയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് കർത്താവ് എന്നെ നോക്കി പറഞ്ഞ കർത്താവിൻ്റെ ആവശ്യം. നീ അവിടെ ആയിരിക്കണമെന്ന്, നീ ഇവിടെ ആയിരിക്കണമെന്ന് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിശുദ്ധ വാരത്തിൽ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമുക്ക് കൂടുതലായിട്ട് വെറുത്തുപേക്ഷിക്കാൻ കരുത്ത് കിട്ടട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തോട്, അവിടുത്തെ കുരിശിനോട് കടപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. നമ്മളാരും സ്വയം രക്ഷിച്ചെടുത്തതല്ല, അവിടുത്തെ പീഡാസഹനത്തിലൂടെ നമ്മളെ രക്ഷിച്ചതാണ്. ലോകത്തെ നശിപ്പിച്ചത് അനുസരണക്കേടായിരുന്നെങ്കിൽ ലോകത്തെ രക്ഷിച്ചത് കർത്താവിൻ്റെ അനുസരണമാണ്. ആ കർത്താവിൻ്റെ അനുസരണത്തോട് നമ്മുടെ ജീവിതവും ചേർത്ത് വയ്ക്കാം. ആ പിതാവായ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ആ സ്നേഹത്തിൻ്റെ അനുസരണത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.